ചാലക്കുടി ബാങ്ക് കൊള്ളക്കേസിലെ പ്രതി റിജോ ആന്റണി പോലീസിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. തെളിവെടുപ്പിന് പോകുന്നതിന് തൊട്ടു മുൻപാണ് റിജോ ആന്റണി പൊട്ടിക്കരഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, അതിവിദഗ്ധമായി കൊള്ള നടത്തി 2 ദിവസമായി ആളെ കാണാനില്ലായിരുന്നു. പിന്നീട് 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് പിടികൂടിയത്. ഇപ്പോൾ ഈ പൊട്ടിക്കരയുന്നു എന്ന് പറയുമ്പം എന്താണ് അദ്ദേഹം പോലീസിനോട് പറയുന്നത്? കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? തീർച്ചയായും അല്പം മുമ്പ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഇയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ വിശദമായ ചോദ്യം ചെയ്തിരുന്നു. ഈ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് അടക്കം ഇറക്കുമ്പോൾ വീണ്ടും അയാൾ പൊതുസമൂഹത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അയാൾ ഇത്തരത്തിൽ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പുള്ളിക്ക് ആദ്യം മുതൽ തന്നെ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് എന്ന് പറയുന്നത് അന്നനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് പുള്ളി ആദ്യഘട്ടത്തിൽ ഈ 2,94,000 രൂപ ഒരാളുടെ കടം വാങ്ങിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ആൾക്കത് തിരിച്ചു നൽകാനായി തിരിച്ചു നൽകിയത് ഈ ഒരു സ്വദേശിക്കാണ്. ആ വീട്ടിലെത്തി ഈ പണം തിരിച്ചു പിടിക്കുന്ന അടക്കമുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നടപടികളിൽ ആദ്യം പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഏതായാലും പോലീസിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നീണ്ടത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള വലിയ പ്രതീക്ഷയിൽ നടത്തിയ ഒരു കുറ്റകൃത്യമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ പോലീസ് അതിവിദഗ്ധമായി തന്നെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പ്രധാനമായും നാട്ടുകാരുടെ അടക്കമുള്ള നിർണായകമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ പല കാരണങ്ങൾ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പോലീസിന് സഹായമായി വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഫണ്ട് നമ്പർ അടക്കം കേസായിട്ട് കൂടി അത് പിടിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. ഇയാൾ വലിയ ആത്മവിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അടക്കം ഈ ബന്ധുക്കളോടക്കം പ്രകടിപ്പിച്ചിരുന്നു. ഇത് ഇതര സംസ്ഥാന തൊഴിലാളിയായ ആളുകളും മറ്റുമാണ് ഈ ഒരു മോഷണത്തിന് പിന്നിൽ, അത് പിടിക്കപ്പെടാനൊന്നും സാധ്യതയില്ല തുടങ്ങിയ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി പോലീസ് പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വളരെ വിഷമത്തിൽ തന്നെയാണ് ഈ വാഹനത്തിനുള്ളിലും ഇയാൾ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുക. കാരണം ആ ഒരു സ്ഥലത്തെ ഒരു വലിയ പ്രമാണിയായി അടക്കം ആളുകൾ വിലയിരുത്തപ്പെട്ട ആളാണ്. കാരണം 2 നില വീടൊക്കെ വെച്ച് വിദേശത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് എത്തുന്ന ഭാര്യയടക്കം വലിയ ജോലിയൊക്കെ ചെയ്യുന്നയാള്, അങ്ങനെ വലിയ പ്രമാണിയായി കണ്ടിരുന്ന ആളാണ് എന്ന് സംസാരിക്കുമ്പോൾ വാർഡ് മെമ്പർമാരടക്കമുള്ളവർ രാവിലെ നമ്മളോടക്കം പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാണ് പിന്നീട് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടത്. അപ്പോൾ ഈ ചെറിയൊരു തുകയായതുകൊണ്ട് തന്നെ തന്നിലേക്കൊന്നും ഒരിക്കലും അന്വേഷണം എത്തില്ല എന്നുള്ള ആ പ്രതീക്ഷ അടക്കം ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളിലേക്ക് എത്തുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും പോലീസ് പിടികൂടുമെന്ന് പ്രതീക്ഷയില്ലാത്ത സമയത്ത് പിടികൂടുന്നു. പിന്നീട് സമൂഹത്തിൽ വലിയ നിലയിലുണ്ടായിരുന്നതായി കണക്കാക്കപ്പെട്ട വ്യക്തി പൊതുസമൂഹത്തിൽ കള്ളനായി എത്തുന്നു. അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പൊട്ടിക്കരയുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറയുകയും മറ്റും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ സഹകരിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിനോടും മറ്റും. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ അത് കൃത്യമായി പറയാനുള്ള ഒരു ശ്രമവും മറ്റും ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വെളിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഈ അന്നനാട് സ്വദേശിക്ക് നൽകിയ 2,94,000 രൂപ അത് തിരിച്ചു പിടിക്കുന്ന അടക്കമുള്ള നടപടികൾ, അതോടൊപ്പം തന്നെ ഇയാൾ ഈ ഒരു മോഷണത്തിന് ശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, ആ ഒരു പ്രദേശത്തടക്കം എത്തിച്ച മൊഴിയെടുക്കുന്ന നടപടികളിലേക്കടക്കം കടക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. പിന്നീട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഭാഗത്ത് മോഷണത്തിന് ശേഷം ഈ ഒരു പ്രദേശത്ത് എത്തിയാണ് പിന്നീട് ഇയാൾ വാഹനത്തിൻ്റെ ഡ്രസ്സ് മാറുകയും മറ്റും ചെയ്യുന്ന നടപടികളിലേക്കും മറ്റും പോയത്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് തിരിച്ചു പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ
ഓരോ ഘട്ടത്തിൽ ഈ ഒരു മോഷണത്തിന് ശേഷം ഇയാൾ നടത്തിയ നടപടികൾ, അത് പ്രദേശത്തെത്തിയാണ് ഈ വാഹനത്തിന്റെ മിറർ തിരിച്ചു പിടിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ നടപടികളായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഈ ഒരു പ്രദേശത്ത് രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, അന്നനാട് സ്വദേശിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ എത്തിച്ച് ഈ റിക്കവറി അടക്കമുള്ള നടപടികളിലേക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അയാൾ ഈ ഒരു പ്രദേശത്ത് എത്തി വസ്ത്രമടക്കം മാറാനും മറ്റും ഉള്ള ശ്രമവും മറ്റും നടത്തിയത് ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മിറർ അടക്കമുള്ള വാഹനത്തിൻ്റെ മിററടക്കം മാറ്റാനും മറ്റുമുള്ള ശ്രമവും ഈ ഒരു പ്രദേശത്ത് വെച്ച് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും പോലീസ് നടപടികളിലേക്ക് കടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി കൂടുതൽ സ്ഥലത്തെത്തിച്ച് ആസിഫ്, പ്രതി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിലുള്ള ആ ഒരു മാനക്കേട് ഭയന്ന് തന്നെ അതിൽ തന്നെ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു പൊട്ടിക്കരച്ചിലൊക്കെ പോലീസിന് മുൻപിൽ ഉണ്ടാകുന്നത്.